ദീനീ വിജ്ഞാന രംഗത്ത് 6.5 പതിറ്റാണ്ട് പ്രകാശം ചൊരിഞ്ഞ് വളർച്ചയുടെ പരിപൂർണത കൈവരിച്ച് നാടിന്റെ വിളക്കായി പ്രോജ്വലിച്ചു നിൽക്കുന്നു. പൂർവസൂരികളുടെ പരിലാളനയേറ്റ് വിജ്ഞാനത്തിന്റെ മധുപകരുന്ന ഷിആറുൽ ഇസ്ലാമിന്റെ പുതിയ കെട്ടിടോദ്ഘാടന സമ്മേളനം നാടിന്റെ ഉത്സവം പോലെ അരങ്ങേറി. 3 ദിവസങ്ങളിലായി ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് നഗറിൽ സംഗമിച്ച വിശ്വാസികൾ ചീക്കോട്ടുകാരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ ആത്മനിർവൃതി പൂണ്ടു. വിജ്ഞാനപ്രദമായ വിവിധ സെഷനുകളിൽ നടന്ന നിരവധി പഠന ക്ലാസുകൾ ഷിആറുൽ ഇസ്ലാമിന്റെ പ്രവർത്തന വീഥിയിൽ തങ്കലിപികളാൽ എഴുതിച്ചേർക്കപ്പെട്ടു. പ്രതിഭകൾക്കുള്ള അവാർഡ് വിതരണവും കർമ്മനിരതരായ പ്രവർത്തകർക്കുള്ള ഉപഹാര സമർപ്പണവും വന്യവയോധികരായ അധ്യാപകർക്കുള്ള ആദരങ്ങളുമായി അണിയറ ശില്പികൾ സമ്മേളനത്തിൽ തങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തി. ഷിആറുൽ ഇസ്ലാമിന്റെ പുതിയ കെട്ടിടത്തിന്റെ വളർച്ചയിലും ഉയർച്ചയിലും നിസ്സീമമായ സഹായ സഹകരണങ്ങൾ നൽകിയ പ്രവാസി സുഹൃത്തുക്കളുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെ സ്മരിച്ചുകൊണ്ട് നടന്ന പ്രവാസി സംഗമത്തിൽ PK അലവി ഹാജി ആധ്യക്ഷം വഹിച്ചു. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ PK അബ്ദുർ റബ്ബ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും അത് പരിഹരിക്കാൻ കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിക്ക പുതിയ സംരംഭങ്ങളുടെയും പിന്നിൽ, തീരുമാനങ്ങളുടെയും നടപടികളുടെയും പിന്നിലെല്ലാം തന്നെ പ്രവാസികൾ അവരുടേതായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ചെയ്യുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രവാസികളെ സംബന്ധിച്ച് ധാരാളം പ്രശ്നങ്ങൾ, പൊതുവായ പ്രശ്നങ്ങളുണ്ട്, ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തന്നെ ചർച്ച ചെയ്യുവാനും അധികാരതലങ്ങളിൽ അതിനാവശ്യമായ പരിഹാരങ്ങൾ കാണുവാനുമെല്ലാം ഇത്തരം കൂടിച്ചേരലുകൾ സഹായകമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രവാസികാര്യ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് PMA സലാം മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിന് പുറത്തും കേരളത്തിനകത്തുമുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ മുന്നിലുള്ള അവസരങ്ങൾ, അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ലഭ്യമായ സന്ദർഭങ്ങൾ, ഇത് രണ്ടും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. അത് പ്രവാസികൾക്കറിയാം. KM ഷാജി MLA പ്രസംഗിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് മതം? ഞാൻ പറഞ്ഞതാണ് മതം ആചരിക്കാനുള്ളതാണ്, മതം ആഘോഷിക്കാനുള്ളതല്ല. വിവാദത്തുകൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. വിവാദത്തുകൾ പോലെ പ്രധാനപ്പെട്ടതാണ് ആദാബുകൾ എന്നും പറയുന്നത്. വിവാദത്തുകൾ മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ളതാണല്ലോ. എന്നെ ശുദ്ധീകരിക്കാൻ നമ്മൾ ആദ്യവും അവസാനവും ഒരു വ്യക്തിയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. ജനിക്കുന്നത് തനിച്ചാണ്, മരിക്കുന്നതും തനിച്ചാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ നിർത്തപ്പെടുന്നതും തനിച്ചാണ്. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി രജിസ്ട്രാർ ഡോക്ടർ സുബൈർ ഹുദവി ചേകന്നൂർ വിഷയാവതരണം നടത്തി. മദ്രസ സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ഒരുപാട് നേട്ടങ്ങൾ പറയുമ്പോഴും 1 മുതൽ 5 വരെ പഠിക്കുന്ന മദ്രസ ക്ലാസുകൾ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പഠിച്ചിട്ട് അവസാനിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി നിർബന്ധമായും മദ്രസയുടെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു ഘട്ടത്തിൽ അവൻ അത് പഠിക്കാതെ പോവുകയും അവൻ അതിന് ഫോളോ അപ്പ് എഡ്യൂക്കേഷൻ കൊടുക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച അറിവില്ലാത്തവരായി ജീവിക്കുന്ന ഒരു തലമുറ ഇതിന്റെ ഒരു ചെറിയ കോട്ടത്തിൽപ്പെട്ടതാണ്. കോട്ടങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിനാണ് നമ്മൾ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തുകയും സെൽഫ് ക്രിറ്റിസിസം നടത്തുകയും ചെയ്യുമ്പോൾ മറ്റാളുകൾ പറഞ്ഞ് നമ്മുടെ കുറ്റം പറയുന്നതിനപ്പുറം എന്തൊക്കെയാണ് പോരായ്മകൾ. ഒന്നും പെർഫെക്റ്റ് ആയ ഒരു സിസ്റ്റം അല്ല നമുക്കുള്ളത്. ആർക്കും ഒരു പെർഫെക്റ്റ് ആയ സിസ്റ്റം ഉള്ളത്. നമുക്ക് കൃത്യമായി അതിനെ അനലൈസ് ചെയ്യാനും വിലയിരുത്താനും സാധിക്കുന്നുവെങ്കിൽ നമുക്ക് എത്രയോ മനോഹരമായി ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് നാം മദ്രസയെ കുറിച്ച് സാന്ദർഭികമായി പറഞ്ഞതാണ്. നമ്മുടെ പ്രവാസ ജീവിതത്തെ കുറിച്ച് മുൻകാലങ്ങളിൽ, ഇന്ന് പ്രവാസ
ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡോക്യുമെന്ററികളിലായിട്ടും നോവലുകളിലായിട്ടും ലേഖനങ്ങളിലായിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരനുഭവിച്ച വേദനകൾ, അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, നാട്ടിൽ തന്റെ മക്കളെ വളർത്താൻ വേണ്ടി, തന്റെ വീട് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ വേണ്ടി ആഴ്ചയിൽ മുഴുവനും റൊട്ടിയും പച്ചവെള്ളവും മാത്രം കുടിച്ചുകൊണ്ട് ഓരോ വയലുകളിൽ, ഓരോ ഈത്തപ്പനത്തോട്ടങ്ങളിൽ, മരുഭൂമികളിൽ ബുദ്ധിമുട്ടി പണിയെടുത്ത് ഓരോ ദിവസം ഒരു വെള്ളിയാഴ്ചക്ക് കിട്ടുമ്പോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ടൗണിലെത്തി സ്വന്തം സുഹൃത്തുക്കളുടെ കടയിൽ വന്നുകൊണ്ട് ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്, നമ്മുടെ ഉപ്പമാരുണ്ട്, നമ്മുടെ എളാപ്പമാരുണ്ട്. ഈ തിരിച്ചറിയേണ്ട നാട്ടിൽ ഈ ആർഭാടങ്ങളിൽ ജീവിക്കുന്ന, ഇതിന്റെ പേരിൽ ആർഭാടം നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ വേദനകൾ തിരിച്ചറിയാൻ ബെന്യാമിന്റെ ആടുജീവിതം എന്നൊരു നോവൽ വന്നപ്പോഴാണ് വ്യാപകമായി കൂടുതൽ ചർച്ചകൾ വരുത്താൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഒരുപാട് കത്തുപാട്ടുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇന്ന് ഒരുപാട് ആളുകൾ പറയുന്നത് ബുദ്ധിമുട്ടുള്ള വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ഭർത്താക്കന്മാരെയും സഹോദരന്മാരെയും ഉപ്പമാരെയും തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു കുടുംബത്തിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്താനാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്.